5 കല്ലെടുത്ത് വെച്ച് പഞ്ഞൂര് താക്കിട്ട് ഒറ്റയേറ് താക്കണക്കിന് ഗോലിയാത്ത്. ഓക്കെ, റെഡി? 1 2 3 start. ഗോലിയാത്ത് 5 കല്ലെടുത്തു വെച്ച് പണി വന്നതാ വീട് ഒട്ടേറതാ കടകണ ഗോലിയാത്ത്. കല്ലെടുത്തു വെച്ച് പണി വന്നതാ വീട് ഒട്ടേറതാ കടകണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പണി വന്നതാ വീട് ഒട്ടേറതാ കടകണ ഗോലിയാത്ത്. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. യോശുവയും കൂട്ടുകാരും 7 കാഹളങ്ങൾ കയ്യിലേന്തിയും. കോട്ട ചുറ്റി നടന്നു 7 വട്ടം നടന്നു. കോട്ട ചുറ്റി നടന്നു 7 വട്ടം നടന്നു. 7 വട്ടം മുട്ടിയപ്പോൾ കോട്ട മതിൽ നടന്നു. വന്നതാ വീട് ഒട്ടേറതാ കടകണ ഗോലിയാത്ത്. 5 കല്ലെടുത്തു വെച്ച് പാഞ്ഞു വന്നതാ വീട് ഒട്ടേറതാ കടകണ ഗോലിയാത്ത്. കുറെ പേര്
ഫാമിലീസ് പട്ടിണിയാവാൻ മൊത്തം കഷ്ടപ്പാടുകളുള്ള ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഇവരിങ്ങനെ ജീവിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ മാതാവ് ഇവര് 3 പേരും ഓരോ പുതിയ കയ്യിൽ കൊടുത്ത് പറഞ്ഞു, നിങ്ങൾ എല്ലാ ദിവസവും ആൾക്കാരെ കൊന്ത ചെല്ലണം. അങ്ങനെ ഒരു 3 പേരും എന്നും ആ സ്ഥലത്ത് വന്ന് ആടിനെ മേയ്ക്കാനല്ല വന്നവര്, ആടുകൾ കടന്ന് മേയ്ക്കുമ്പോൾ ഈ സ്ഥലത്ത് വന്നു ഓക്കെ. കൊന്ത ചെല്ലി 1 അങ്കിള് കണ്ടു, 2 അങ്കിള് കണ്ടു, 3 അങ്കിള് കണ്ടു, 4 അങ്കിള് കണ്ടു. നമ്മളിപ്പോ ഒരു കാര്യം പപ്പയുടെ അടുത്ത് പോയി പറയുമ്പോൾ പപ്പയുടെ അടുത്തില്ല. ഓക്കെ, നമ്മളൊരു കാര്യം പറയുന്നത് കോട്ടയെന്ന് പറയില്ലേ, അങ്ങനെ പറയുമ്പോൾ സാരില്ലെന്ന് പറഞ്ഞു വിട്ടു. ഓക്കെ, പക്ഷെ ഇവരിങ്ങനെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എല്ലാവരും കൂടി അവിടെ കൂട്ടം കൂടി ഒരുമിച്ച് മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു ദിവസം മാതാവ് ഈ ചേർന്നിരിക്കുന്ന അത്രയും ആൾക്കാർ കൊന്ത ചെല്ലി പ്രാർത്ഥിച്ചുകൊണ്ട് എന്താ പറയാ എന്നല്ലാതെ എന്നാ പറയാനാണ്. യേശുവിനെ കണ്ടു, തന്റെ രക്തന്റെ ചങ്കു തന്നു, ചോരകൾ തന്നെ തന്റെ സ്വന്തമാക്കി. ഉള്ളത് പറഞ്ഞാൽ ഞാൻ തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ മാറ്റി മറിച്ചു. ഉള്ളത് പറഞ്ഞാൽ ഞാൻ തല്ലിപ്പൊളിയാണ്, അപ്പന്റെ സ്നേഹമെന്നെ മാറ്റി മറിച്ചു. യേശുവിനെ കണ്ടു. ഈ ഒരു ഗ്രൂപ്പിന് 10 പേരാണ് വേണ്ടത്. ഈ ഒരു ഗ്രൂപ്പിന് 10 പേരാണ് വേണ്ടത്. നോക്കിക്കൊള്ളുന്ന ഗ്രൂപ്പിന് 10 പേര്. ശിവാനൻ 10 പേര്. റെഡി? 3, 2, 1 സ്റ്റാർട്ട്. ആദമോ, ജാക്കമോ. സെസാത്ത പൊന്തി കിട്ടിയത് ജോവാനിക്കാണ്. ജാക്കോബയ്ക്കും ആദാമയ്ക്കും ബെന്തി പൊന്തി മാത്രം കിട്ടിയിരുന്നത്. പക്ഷെ ഇന്നത്തെ കേസില് ഏറ്റവും ഫസ്റ്റ് ഇരിക്കുന്നത് ജാക്കോമാണ്. സെക്കൻഡ് ഇരിക്കുന്നത് ജോവാനിക്കാണ്. 8ാമത്തെ പൊന്തി ഇവിടെ സൈത്താന്റെ ചിങ്ക് 5. അപ്പൊ നമുക്ക് എല്ലാവർക്കും വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങാം. ജാക്കിയുടെ പുറത്തേക്ക് ഇറങ്ങാം. അതൊക്കെ ഒരു ടൈം. സിനിമയുടെ റിവ്യൂ അല്ല കേട്ടോ. ഇന്നത്തെ പടം അടിപൊളിയായിട്ട് മറ്റേ സിനിമ കാണുന്ന മുമ്പ് റിവ്യൂ പറയാൻ പറ്റുമല്ലോ. അത് കൊള്ളത്തില്ലായിരുന്നു, മോശമായിരുന്നു. സെക്കൻഡ് ഹാഫ് പിന്നെ കുഴപ്പമുണ്ടായിരുന്നു.
Gloria al Padre, al Figlio e allo Spirito Santo. Amen. Buon appetito! ഈശോയുടെ ജനനമാണ് അവതരിപ്പിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഇത് ആസ്വദിക്കാം, ഇവരെ അപ്രീഷിയേറ്റ് ചെയ്യും. ജോസഫ് ദാവീദിന്റെ കുടുംബത്തിലും വംശത്തിലും പെട്ടവനായിരുന്നതിനാൽ പേരെഴുതിക്കാനായി ഗലീലയിലെ പട്ടണമായ നസ്രത്തിൽ നിന്ന് യൂദയായിലെ ദാവീദിന്റെ പട്ടണമായ ബെത്ലഹേമിലേക്ക് ഗർഭിണിയായ ഭാര്യ മറിയത്തോടു കൂടെ പോയി. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു. അവൾ തന്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. അവനെ പിള്ളക്കച്ചുകൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. കാരണം സത്രത്തിൽ അവർക്ക് സ്ഥലം ലഭിച്ചില്ല. യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ ഒരു ധനുമാസത്തിൽ കുളിരുണ്ടാകും. കാനായിലെ വിവാഹ വിരുന്ന്. ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിന്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞു തീർന്നു പോയപ്പോൾ യേശുവിന്റെ അമ്മ അവനോട് പറഞ്ഞു,
കാനായിലെ കല്യാണനാളേ കൽസരണീരേ വെള്ളം തിരിനീരായി കാനായിലെ കല്യാണനാളേ കൽസരണീരേ വെള്ളം തിരിനീരായി വിസ്മയത്തിൽ ഒഴുകി ലോകമെന്ന് വിസ്മൃതിയിൽ തുടരും ലോകമെന്ന്. യേശുവിന്റെ മരണം 6-ാം മണിക്കൂർ മുതൽ 9-ാം മണിക്കൂർ വരെ ഭൂമി മുഴുവൻ അന്ധകാരം വ്യാപിച്ചു. 9-ാം മണിക്കൂറായപ്പോൾ യേശു ഉച്ചത്തിൽ നിലവിളിച്ചു, എലോയ് എലോയ് ലാമാ സബക്താനി, അതായത് എന്റെ ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചത് എന്തുകൊണ്ട്? അടുത്തു നിന്നിരുന്ന ചിലർ ഇതാ അവൻ ഏലിയായെ വിളിക്കുന്നു. ഒരുവൻ ഓടി വന്ന് നീർപ്പങ്ങി വിനാഗിരിയിൽ മുക്കി ഒരു അവന് കുടിക്കാൻ കൊടുത്തുകൊണ്ട് പറഞ്ഞു, ആകട്ടെ അവരെ താഴെ ഇറക്കാൻ ഏലിയ വരുമോ എന്ന് നമുക്ക് കാണാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ച് ജീവൻ വെടിഞ്ഞു. അപ്പോൾ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കളിച്ചത് ആ ഗ്രൂപ്പിന് ഞാനും പറയും, നിങ്ങളല്ല പറയുന്നത്. പൊതുവെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും മനോഹരമായി വന്ന് പുറകിൽ നിന്ന് കളിക്കാതെ പ്രദേശത്തിന്റെ കൂടെ മുൻപിൽ നിന്ന് കളിച്ച ജോയലിന്റെ ഗ്രൂപ്പിന് ഞാൻ 50 പോയിന്റ് കൊടുത്താണ്. ഓക്കെ, പിന്നെ പുറകിൽ നിന്ന് കളിച്ചെങ്കിലും രണ്ടാം സ്ഥാനം ഇതുപോലെ തന്നെ ശക്തമായിട്ടുള്ള മത്സരമായിരുന്നു. ഒട്ടും പിറകിലല്ലാതെ വിട്ടുകൊടുക്കാതെ, പക്ഷേ നന്നായിട്ടൊക്കെ തന്നെ ഇതിൽ അഭിനയത്തിന്റെ കാര്യങ്ങളിൽ കുറച്ച് കുറവുണ്ടായിരുന്നു എങ്കിൽ പോലും മനോഹരമായിട്ട് തന്നെ ചെയ്തതാണ് മറ്റ് 2 ഗ്രൂപ്പുകളും. രണ്ടാം സ്ഥാനം ഞാൻ കൊടുക്കുന്നത് കാനായിലെ വിവാഹ വിരുന്ന് അവതരിപ്പിച്ച ഗ്രൂപ്പ്. സാരമില്ല, ഏറ്റവും ആദ്യം തന്നെ വന്ന് അവതരിപ്പിച്ചതായിരുന്നു ജീവനുള്ള ഉണ്ണീശോയൊക്കെ കൊണ്ടുവന്ന് അവതരിപ്പിച്ച ആദ്യത്തെ ഗ്രൂപ്പ്. മനോഹരമായിരുന്നു. അത് ചെയ്ത ഗ്രൂപ്പിന് 3rd പ്രൈസ് ആണ്. ഏത് ഗ്രൂപ്പായിരിക്കും ഫസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടാവുക? ജാക്കോമോണോ അത് ജോവാനിയോ? ജോവാനിയാണെന്ന് എനിക്ക് തോന്നുന്നല്ലേ. അതാമോ? അതാമില്ല. വിശ്വാസമില്ല നിങ്ങൾക്ക് നിങ്ങളെ തന്നെ. 3ാം സമ്മാനം നേടിയിരിക്കുന്നത് 3rd പ്രൈസ് ആയിരിക്കുന്നത് നമ്മുടെ അദാമോ ഗ്രൂപ്പാണ്. അദാമോ ഗ്രൂപ്പ് നല്ലൊരു കൈ കൊടുത്ത് ദുബമില്ല അദാമോടെ ലീഡറും എല്ലാവരും ഉണ്ട്. അദാമോ ഗ്രൂപ്പിൽ എല്ലാവരും ഉണ്ട്. ഒരു പുത്തൻ പിറന്നട പണ്ടേ മഹാധ്യായം തുടക്കമായിരുന്നു. ഇത് കിട്ടും മുഴങ്ങിടും പാട്ട് ഒരു സന്തോഷം പിറന്നട പാട്ട്. സ്നേഹം വന്നാൽ ഓക്കെ, പ്രാവി തുറന്നാട്ടെ. അല്ലോണ സെക്കൻഡ് പ്രൈസ് ലഭിച്ചിരിക്കുന്ന ഏത് ഗ്രൂപ്പിലായിരിക്കും? സെക്കൻഡോ ഫസ്റ്റോ? ജോവാനിയോ ചാക്കോയോ? ഏതായിരിക്കും?
സെക്കൻഡ് പ്ലേസ് കിട്ടിയിരിക്കുന്നത് ജാക്കോബോ. ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഞങ്ങളുടെ കടങ്ങൾ മാറരുത്. ഈശോയുടെ മാതാപിതാക്കന്മാർ ആണ്ടുതോറും പെസഹാ തിരുനാളിന് ജെറുസലേമിലേക്ക് പോകുമായിരുന്നു. അവന് 12 വയസ്സായപ്പോൾ ആചാരമനുസരിച്ച് അവർ തിരുനാളിന് പോയി. കുടുംബങ്ങളെ സ്ഥാപിക്കുകയും ഒരു നല്ല അപ്പനും അമ്മയുമാകാൻ ഞങ്ങളെ തിരഞ്ഞെടുക്കുകയും ചെയ്ത ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു,
സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഇസഹാക്കിന്റെ കരങ്ങളിലൂടെ യാക്കോബിനെ അനുഗ്രഹിച്ച് ഒരു വലിയ ജനതയുടെ പിതാവാക്കിയ ദൈവമേ, മറ്റിന്റെ സമ്മാനവും